ഹലോ നമസ്കാരം, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഒരു വിൻഡോസ് സിസ്റ്റത്തിൽ എങ്ങനെയാണ് ഫ്ലട്ടർ ഇൻസ്റ്റാൾ ചെയ്യുക എന്നാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ഫ്ലട്ടറിനോടൊപ്പം തന്നെ നമ്മൾ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഇൻസ്റ്റാൾ ചെയ്യും, അതോടൊപ്പം തന്നെ ആൻഡ്രോയിഡ് എമുലേറ്റർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ്. സോ ഒട്ടും സമയം കളയണ്ട, വീഡിയോയിലേക്ക് പോയേക്കാം. ഫ്ലട്ടർ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ആദ്യം തന്നെ നിങ്ങളുടെ ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ഇവിടെ നിങ്ങൾ ഡൗൺലോഡ് ഫ്ലട്ടർ എന്ന് സെർച്ച് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ഫ്ലട്ടറിൻ്റെ ഒഫീഷ്യൽ ഡോക്യുമെൻറ്റേഷൻ കാണാനായിട്ട് സാധിക്കും. സോ ഇവിടെ ഇൻസ്റ്റാൾ ഫ്ലട്ടർ എന്നൊരു ലിങ്ക് കാണിക്കുന്നുണ്ട്, അവിടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. സോ നമ്മുടെ ഫ്ലട്ടർ ഡോക്യുമെൻറ്റേഷനിലോട്ട് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് പല ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലോട്ട് നമുക്ക് ഫ്ലട്ടർ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പറ്റും. സോ നമ്മളിവിടെ വിൻഡോസിലാണ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പോകുന്നത്, അതുകൊണ്ട് തന്നെ ഞാനിവിടെ വിൻഡോസിൽ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഫ്ലട്ടർ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ടുള്ള ബേസിക് റിക്വയർമെൻറ്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്നാമതായിട്ട് നിങ്ങളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അറ്റ്ലീസ്റ്റ് വിൻഡോസ് 10 അതിലധികമോ ആയിരിക്കണം. രണ്ടാമതായിട്ട് നിങ്ങളുടെ ഡിസ്ക് സ്പേസ് അറ്റ്ലീസ്റ്റ് 1.64 GB ഉണ്ടായിരിക്കണം. മൂന്നാമതായിട്ട് ജിറ്റ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ജിറ്റ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് തൊട്ട് താഴെ ജിറ്റ് ഫോർ വിൻഡോസ് എന്ന് കൊടുത്തിട്ടുണ്ട്, അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് 32 ബിറ്റിന് വേണ്ടിയിട്ടുള്ള ഫയലും അവൈലബിൾ ആണ്, 64 ബിറ്റ് വിൻഡോസിനുള്ള ഫയൽ അവൈലബിൾ ആണ്. ഇവിടെ നിങ്ങളുടെ സിസ്റ്റം 32 ബിറ്റ് ആണോ 64 ബിറ്റ് ആണോ നോക്കാനായിട്ട് നിങ്ങളുടെ ദിസ് പി സിയിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് പ്രോപ്പർട്ടീസിൽ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ സിസ്റ്റം 64 ബിറ്റ് ആണ് 32 ബിറ്റ് ആണെന്ന് നമ്മുടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സിസ്റ്റം 64 ബിറ്റ് ആണ്, അതുകൊണ്ട് തന്നെ 64 ബിറ്റ് ഫയൽ ഞാൻ ഡൗൺലോഡ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ജിറ്റ് ഫയലോട് ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ്. ഇനി ഇവിടെ ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഇവിടെ റൺ ബട്ടൺ പ്രസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ജിറ്റ് ഇൻസ്റ്റാളേഷൻ വിൻഡോ ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ജസ്റ്റ് നെക്സ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യാം. ഇവിടെ ബാക്കിയുള്ള കാര്യങ്ങളും ഡിഫോൾട്ട് ആയിട്ട് തന്നെ ഞാൻ കൊടുക്കുകയാണ്. നെക്സ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുകയാണ്. ഇവിടെ ഓൾറെഡി ഞാൻ ജിറ്റ് ഇൻസ്റ്റാൾഡ് ആണ്, അതുകൊണ്ടാണ് ഈ ഒരു വാർണിംഗ് കാണിക്കുന്നത്. നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നെക്സ്റ്റ് കൊടുത്ത് പോയാൽ മതി, ഈ ഒരു ഇഷ്യൂസ് ഒന്നും കാണിക്കില്ല. സോ നെക്സ്റ്റ് കൊടുക്കാം. ഇവിടെ ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്, അവിടെ ഇൻസ്റ്റാൾ കൊടുക്കാം. അപ്പോൾ നമ്മുടെ ജിറ്റ് ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഫിനിഷ് ബട്ടൺ കൊടുക്കാം. ഇതെല്ലാം നമുക്ക് ക്ലോസ് ചെയ്ത് കഴിയാം. അതിനുശേഷം നമ്മുടെ ദിസ് പി സി ഒന്ന് ഓപ്പൺ ചെയ്യാം. നമ്മുടെ ജിറ്റ് ഇൻസ്റ്റാൾ ചെയ്ത് നമ്മുടെ ഫയൽ ഒന്ന് ഓപ്പൺ ചെയ്യാം. അതിനായിട്ട് നമ്മുടെ പ്രോഗ്രാം ഫയൽസ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇതിനുള്ളിൽ നിങ്ങൾക്ക് ജിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ ഫോൾഡർ കാണാനായിട്ട് സാധിക്കും, അതൊന്ന് ഓപ്പൺ ചെയ്യാം. അതിനുള്ളിലായിട്ട് ബിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോൾഡർ കാണാനായിട്ട് സാധിക്കും, അതൊന്ന് ഓപ്പൺ ചെയ്യാം. ഈ ഒരു ബിന്നിൻ്റെ പാത്ത് നമുക്കൊന്ന് കോപ്പി ചെയ്യാം. അതിനുശേഷം ഈ ഒരു പാത്ത് നമ്മുടെ എൻവയോൺമെൻറ്റ് വേരിയബിളിലോട്ട് നമുക്കൊന്ന് അപ്ഡേറ്റ് ചെയ്യാം. അതിനായിട്ട് നമ്മുടെ സെർച്ചിൻ്റെ അവിടെ നിങ്ങൾ ENV എന്ന് ടൈപ്പ് ചെയ്യുക. അവിടെ എഡിറ്റ് ദ സിസ്റ്റം എൻവയോൺമെൻറ്റ് വേരിയബിൾ എന്ന് കാണിക്കുന്നുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെയായിട്ട് എൻവയോൺമെൻറ്റ് വേരിയബിൾ എന്ന് കാണിക്കുന്നുണ്ട്, അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം സിസ്റ്റം വേരിയബിൾസിൽ പാത്ത് എന്നതിൽ ജസ്റ്റ് ഒന്ന് എഡിറ്റ് കൊടുക്കുക. അത് സെലക്ട് ചെയ്തതിന് ശേഷം എഡിറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് പുതിയൊരു പാത്ത് ആഡ് ചെയ്യാനായിട്ട് ന്യൂ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ അടിയിലായിട്ട് നിങ്ങൾ ജസ്റ്റ് ഇപ്പോൾ കോപ്പി ചെയ്തിട്ടുള്ള ഒരു ബിൻ പാത്ത്, അതായത് ജിറ്റിൻ്റെ ബിൻ പാത്ത് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യുക. അതിനുശേഷം ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുക. അതിനുശേഷം ഇവിടെയും ഓക്കെ കൊടുക്കുക, ഇവിടെയും ഓക്കെ കൊടുക്കുക. ഇനി നമ്മുടെ ഡോക്യുമെൻറ്റേഷനിലൂടെ നമുക്ക് തിരിച്ചു വരാം. ഇവിടെ തൊട്ട് താഴെയായിട്ട് നമ്മുടെ ഫ്ലട്ടർ SDK നമുക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ടുണ്ട്. അതിനായിട്ട് ഇവിടെ ഫ്ലട്ടർ ആ ഒരു SDK ഫയൽ നമുക്ക് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ആ ഒരു SDK ഫയൽ നമുക്ക് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ SDK ഫയൽ ഇവിടെ ഡൗൺലോഡ് ആവുന്നുണ്ട്, നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. സോ നമ്മുടെ SDK ഫയൽ ഇവിടെ ഡൗൺലോഡ് ആയിട്ടുണ്ട്, നമുക്കിതൊന്ന് എക്സ്ട്രാക്ട് ചെയ്യാം. സോ ഈ ഒരു സിപ്പ് ഫയൽ ഞാൻ എക്സ്ട്രാക്ട് ചെയ്ത് നമ്മുടെ ഡെസ്ക്ടോപ്പിലൂടെ ഞാൻ എക്സ്ട്രാക്ട് ചെയ്യുകയാണ്. നിങ്ങളുടെ സിസ്റ്റത്തിലുള്ള ടൂൾ വെച്ചിട്ട് നിങ്ങൾക്ക് എക്സ്ട്രാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ എക്സ്ട്രാക്ഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു പുതിയ ഫ്ലട്ടർ ഫോൾഡർ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ഫ്ലട്ടർ ഫോൾഡർ നമുക്ക് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യാം. അതിനുശേഷം നമ്മുടെ ദിസ് പി സിയുടെ ഉള്ളിൽ നമ്മുടെ C ഡ്രൈവിൻ്റെ ഉള്ളിലായിട്ട് ഞാനൊരു പുതിയ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോവാണ്. അതിന് ഞാൻ SRC എന്നുള്ളൊരു പേര് കൊടുക്കുകയാണ്. ഇനി ഈ ഒരു SRC ഫോൾഡറിൻ്റെ ഉള്ളിലായിട്ട് ഞാൻ ഇപ്പം നമ്മൾ കോപ്പി ചെയ്തിട്ടുള്ള ഒരു ഫ്ലട്ടർ ഫോൾഡർ പേസ്റ്റ് ചെയ്യുകയാണ്. ഇനി ഈ ഒരു ഫോൾഡർ ഓപ്പൺ ചെയ്യുക. അതിനുള്ളിലായിട്ട് ബിൻ ഫോൾഡർ നിങ്ങൾക്ക് ഇവിടെയും കാണാനായിട്ട് സാധിക്കും. ഈ ഒരു ബിൻ ഫോൾഡർ ഓപ്പൺ ചെയ്യുക. ഇനി ഇതിൻ്റെ ഈ ഒരു പാത്തും നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത പോലെ തന്നെ കോപ്പി ചെയ്യുക. ഇത് നമ്മുടെ സിസ്റ്റം വേരിയബിൾസിൽ അപ്ഡേറ്റ് ചെയ്യാനായിട്ടുണ്ട്. അതിനായിട്ട് നമ്മുടെ നേരത്തെ ചെയ്ത പോലെ നമ്മുടെ എൻവയോൺമെൻറ്റ് വേരിയബിൾസ് നമുക്ക് ഓപ്പൺ ചെയ്യാം. എഡിറ്റ് ദ സിസ്റ്റം എൻവയോൺമെൻറ്റ് വേരിയബിൾസ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഇവിടെ എൻവയോൺമെൻറ്റ് വേരിയബിൾസ് കാണാനായിട്ട് സാധിക്കും, അവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം സിസ്റ്റം വേരിയബിൾസിൽ ഈ ഒരു പാത്ത് ഒന്ന് എഡിറ്റ് ചെയ്യുക. അവിടെ നേരത്തെ ചെയ്ത പോലെ തന്നെ ന്യൂ പാത്ത് ആഡ് ചെയ്യുക. അവിടെ ഇപ്പം നമ്മൾ കോപ്പി ചെയ്തിട്ടുള്ള ആ ഒരു ഫ്ലട്ടറിൻ്റെ ബിൻ പാത്ത് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യുക. അതിനുശേഷം ഓക്കെ ബട്ടൺ നമുക്ക് പ്രസ് ചെയ്യാം. ഇവിടെ നമുക്ക് അതേപോലെ തന്നെ ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യാം. ഇവിടെയും അതേപോലെ തന്നെ ജസ്റ്റ് ഓക്കെ പ്രസ് ചെയ്യാം. ഇനി നമ്മുടെ കമാൻഡ് പ്രോംപ്റ്റ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. CMD എന്ന് ടൈപ്പ് ചെയ്തിട്ട് നമ്മുടെ കമാൻഡ് പ്രോംപ്റ്റ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. ഇവിടെ നമുക്ക് ജിറ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടോ നോക്കാനായിട്ട് ജിറ്റ് സ്പേസ് -v എന്ന് ടൈപ്പ് ചെയ്യുക.
ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ജിറ്റ് വേർഷൻ 2.40 എന്ന് കാണാനായിട്ട് സാധിക്കും. സോ നമ്മുടെ ജിറ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇനി ഫ്ലട്ടർ ഇൻസ്റ്റാളേഷൻ സക്സസ്ഫുൾ ആണെന്ന് നോക്കാനായിട്ട് ഇവിടെ നിങ്ങൾ ഫ്ലട്ടർ ഡോക്ടർ എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് ഒന്ന് എൻ്റർ കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും ഏറ്റവും ടോപ്പിലായിട്ട് ഫ്ലട്ടർ ചാനൽ സ്റ്റേബിൾ 3.1 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഫ്ലട്ടർ സക്സസ്ഫുള്ളി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആൻഡ്രോയിഡ് പാർട്ടിലോട്ട് പോകാം. ഇനി നമുക്ക് നമ്മുടെ ആൻഡ്രോയിഡ് സ്റ്റുഡിയോയും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാം. അതിനായിട്ട് നമ്മുടെ ഡോക്യുമെൻറ്റേഷനിൽ താഴോട്ട് സ്ക്രോൾ ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് ആൻഡ്രോയിഡ് സെറ്റപ്പ് എന്ന് കാണാനായിട്ട് സാധിക്കും. അവിടെ തൊട്ട് താഴെയായിട്ട് ഇൻസ്റ്റാൾ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അവിടെ ആൻഡ്രോയിഡ് സ്റ്റുഡിയോയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ ജസ്റ്റ് നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഒഫീഷ്യൽ ആൻഡ്രോയിഡ് സ്റ്റുഡിയോയുടെ ആ ഒരു ലിങ്ക് വെബ്സൈറ്റിലോട്ട് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇവിടെ ഡൗൺലോഡ് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ജിറാഫ് വെർഷൻ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസും ലൈസൻസും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്കൊന്ന് എല്ലാം ഒന്ന് എഗ്രി ചെയ്യാം. അതിനുശേഷം ഡൗൺലോഡ് ബട്ടൺ നമുക്ക് പ്രസ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ആൻഡ്രോയിഡ് സ്റ്റുഡിയോയുടെ ഫയൽ ഇവിടെ ഡൗൺലോഡ് ആവുന്നുണ്ട്. സോ നമ്മുടെ ആ ഒരു ഫയൽ ഡൗൺലോഡ് ആയി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. ഇനി ഇത് ഡബിൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ ഒരു ഫയലിനെ നമുക്ക് ഓപ്പൺ ചെയ്യാം. റൺ ബട്ടൺ പ്രസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഇൻസ്റ്റാളേഷൻ വിൻഡോ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിവിടെ നെക്സ്റ്റ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. നെക്സ്റ്റ് കൊടുക്കാം. ഇൻസ്റ്റാൾ ബട്ടൺ പ്രസ് ചെയ്യാം. നെക്സ്റ്റ് കൊടുക്കാം. അപ്പോൾ ഇൻസ്റ്റാളേഷൻ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. നമുക്ക് ഫിനിഷ് ബട്ടൺ പ്രസ് ചെയ്യാം. ഓപ്പൺ ചെയ്ത ഉടനെ നിങ്ങൾക്ക് തൊട്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് പ്ലഗിൻസ് എന്ന് കാണാനായിട്ട് സാധിക്കും. അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾ ഫ്ലട്ടർ എന്ന് സെർച്ച് ചെയ്യുക. ഫ്ലട്ടറിൻ്റെ ഒരു പ്ലഗിൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് നമ്മൾ ഫ്ലട്ടർ എന്ന് സെർച്ച് ചെയ്യുക. ഈ ഒരു ഫ്ലട്ടർ പ്ലഗിൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക. അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റീസ്റ്റാർട്ട് ID എന്ന് കാണിക്കും. അപ്പോൾ അതിനായിട്ട് നമ്മൾ റീസ്റ്റാർട്ട് എന്ന് പറഞ്ഞ ആ ഒരു ബട്ടണിൽ പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ആൻഡ്രോയിഡ് സ്റ്റുഡിയോയുടെ റീസ്റ്റാർട്ട് ആയിട്ട് വരുന്നതാണ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ന്യൂ ഫ്ലട്ടർ പ്രോജക്റ്റ് എന്ന് പറഞ്ഞുള്ള ഒരു പുതിയൊരു ഓപ്ഷൻ കൂടി വന്നിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കൊരു പുതിയ പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ലെഫ്റ്റ് സൈഡിൽ ഫ്ലട്ടർ എന്നത് സെലക്ട് ചെയ്യാനായിട്ട് മറക്കരുത്. ഇവിടെ നമ്മൾ ഫ്ലട്ടറിൻ്റെ SDK പാത്ത് സെലക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് നമ്മളിവിടെ ആ ഒരു ആരോ ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു SRC ഫോൾഡറിൻ്റെ ഉള്ളിൽ ഫ്ലട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഫോൾഡർ സെലക്ട് ചെയ്തുകൊണ്ട് ഓക്കെ പ്രസ് ചെയ്യുക. ഇപ്പോൾ ആ ഒരു പാത്ത് സെലക്ട് ആയിട്ടുണ്ട്. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കാം. ഇവിടെ നമുക്ക് പ്രോജക്റ്റിന് ഒരു പേര് കൊടുക്കാം. സോ ഞാനിവിടെ ഡെമോ എന്നുള്ളൊരു പേര് കൊടുക്കുകയാണ്. ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പഠിക്കുന്നതാണ്. അതിനുശേഷം ക്രിയേറ്റ് എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫ്ലട്ടർ പ്രോജക്റ്റ് ഇവിടെ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ആദ്യം തന്നെ നമുക്ക് നമ്മുടെ വിർച്വൽ ഡിവൈസ്, നമ്മുടെ ആൻഡ്രോയിഡ് എമുലേറ്റർ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. അതിനായിട്ട് ടോപ്പിലായിട്ട് നിങ്ങൾക്ക് ഏറ്റവും ടോപ്പിലായിട്ട് ഒരു ആൻഡ്രോയിഡ് സിമ്പിൾ കാണാനായിട്ട് സാധിക്കും. അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ വിർച്വൽ എന്നത് സെലക്ട് ചെയ്തതിന് ശേഷം ക്രിയേറ്റ് വിർച്വൽ ഡിവൈസ് എന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൻഡ്രോയിഡ് ഡിവൈസ് സെലക്ട് ചെയ്യാവുന്നതാണ്. ഒരുപാടധികം ഡിവൈസ് അവൈലബിൾ ആണ്. സോ ഞാനിവിടെ നിന്ന് ഏതെങ്കിലും ഒരു ഡിവൈസ് സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം നെക്സ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യാം. ഇവിടെ സിസ്റ്റം ഇമേജസ് പലതും അവൈലബിൾ ആണ്. ഏതെങ്കിലും ഒരു ആൻഡ്രോയിഡ് വേർഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം ആ ഡൗൺലോഡ് ചെയ്ത ഫയൽ സെലക്ട് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഡിവൈസിന് എന്തെങ്കിലും പേര് കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം. ഇനി പോർട്രേറ്റ് ഓർ ലാൻഡ്സ്കേപ്പ് മോഡിൽ ആഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. എല്ലാം സെറ്റപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ഫിനിഷ് ബട്ടൺ പ്രസ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ വിർച്വൽ ഡിവൈസ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു പ്ലേ ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു വിർച്വൽ ഡിവൈസിനെ റൺ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഇപ്പോൾ നമ്മുടെ വിർച്വൽ ഡിവൈസ് ഇവിടെ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നമുക്കെല്ലാം പെർഫെക്റ്റ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി 1-2 കാര്യങ്ങൾ കൂടി നമ്മൾ സെറ്റപ്പ് ചെയ്യാനായിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാനായിട്ട് നമ്മുടെ കമാൻഡ് പ്രോംപ്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുക. ഇവിടെ CMD എന്ന് ടൈപ്പ് ചെയ്തുകൊണ്ട് നമ്മുടെ കമാൻഡ് പ്രോംപ്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ നിങ്ങൾ ഫ്ലട്ടർ ഡോക്ടർ എന്ന് ടൈപ്പ് ചെയ്യുക. ഇവിടെ ആക്ച്വലി 3 ഇഷ്യൂസ് കാണിക്കുന്നുണ്ട്. ഒന്നാമതായിട്ട് നമ്മുടെ ആൻഡ്രോയിഡ് കമാൻഡ് ലൈൻ ടൂൾസ് മിസ്സിംഗ് എന്ന് പറയുന്നുണ്ട്. രണ്ടാമതായിട്ട് ആൻഡ്രോയിഡ് ലൈസൻസ് സ്റ്റാറ്റസ് അൺനോൺ എന്ന് പറയുന്നുണ്ട്. മൂന്നാമതായിട്ട് വിഷ്വൽ സ്റ്റുഡിയോ ഇൻസ്റ്റാൾഡ് അല്ല എന്ന് പറയുന്നുണ്ട്. വിൻഡോസ് ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് വിഷ്വൽ സ്റ്റുഡിയോ ആവശ്യമാണ്. പക്ഷേ ഈ ഒരു ട്യൂട്ടോറിയൽ വിഷ്വൽ സ്റ്റുഡിയോ നമ്മൾ ആക്ച്വലി യൂസ് ചെയ്യുന്നില്ല. പിന്നീടുള്ള ട്യൂട്ടോറിയൽസ് നമ്മൾ ചെയ്യുന്നതാണ്. പക്ഷേ ഇപ്പോൾ നമുക്ക് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ മാത്രം മതി. അപ്പോൾ അത് നിങ്ങൾ ഇഗ്നോർ ചെയ്തോളൂ. ബാക്കിയുള്ള 2 റേസ് നമുക്ക് ക്ലിയർ ചെയ്യാം. അപ്പോൾ അതിനായിട്ട് നമ്മുടെ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ നമ്മൾ ഓപ്പൺ ചെയ്യുകയാണ്. ആൻഡ്രോയിഡ് സ്റ്റുഡിയോയിലൂടെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ആ ഒരു ഇഷ്യൂ ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ നമ്മളിവിടെ ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ ഏറ്റവും ടോപ്പിൽ റൈറ്റ് സൈഡിലായിട്ട് ഒരു സെറ്റിംഗ്സിൻ്റെ ഒരു ബട്ടൺ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അവിടെ നിങ്ങൾ SDK മാനേജർ എന്ന് ക്ലിക്ക് ചെയ്യുക.
ഇവിടെ തൊട്ടടുത്തായിട്ട് SDK ടൂൾസ് എന്ന് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം മൂന്നാമതായിട്ട് ആൻഡ്രോയിഡ് SDK കമാൻഡ് ലൈൻ ടൂൾസ് ലേറ്റസ്റ്റ് എന്ന് കാണിക്കുന്നുണ്ട്. അതൊന്ന് ടിക്ക് ചെയ്തതിന് ശേഷം ഓക്കെ അല്ലെങ്കിൽ അപ്ലൈ ബട്ടൺ നിങ്ങളൊന്ന് ബോട്ടത്തിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഡൗൺലോഡ് ചെയ്യാനായിട്ട് ചോദിക്കും. അവിടെ ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ടൂൾസും കാര്യങ്ങളും ഇവിടെ ഡൗൺലോഡ് ആവുന്നതാണ്. അപ്പോൾ അത് ഡൗൺലോഡ് ആയി കഴിയുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. സോ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ ഫിനിഷ് ബട്ടൺ കൊടുത്തുകൊണ്ട് ക്ലോസ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ആ ഒരു കമാൻഡ് ലൈൻ ടൂൾസ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇനി ഒന്നും കൂടി നമ്മുടെ ടെർമിനൽ, നമ്മുടെ കമാൻഡ് പ്രോംപ്റ്റിൽ നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം നമ്മുടെ ഫ്ലട്ടർ ഡോക്ടർ ആ ഒരു ഇഷ്യൂ മാറിയിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട്. അപ്പോൾ നമ്മളിവിടെ ഫ്ലട്ടർ ഡോക്ടർ എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഇപ്പോൾ കണ്ടില്ലേ, ആ ഒരു ആദ്യത്തെ ഇഷ്യൂ ആക്ച്വലി അവിടുന്ന് മാറിയിട്ടുണ്ട്. ഇനി ഒരു ഇഷ്യൂ കൂടി കാണിക്കുന്നുള്ളൂ, സം ആൻഡ്രോയിഡ് ലൈസൻസ് നോട്ട് അക്സെപ്റ്റഡ് എന്ന്. അപ്പോൾ ഇത് ക്ലിയർ ചെയ്യാനായിട്ട് ഇതിന് തൊട്ടടുത്ത് തന്നെ റൺ ഫ്ലട്ടർ ഡോക്ടർ 2 ആൻഡ്രോയിഡ് ലൈസൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോഡ് അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കമാൻഡ് നമ്മൾ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുക. ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കോപ്പി ചെയ്തതിന് ശേഷം തൊട്ട് താഴെ തന്നെ ആ ഒരു ടെർമിനൽ വിൻഡോയിൽ തന്നെ ജസ്റ്റ് കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്താൽ മാത്രം മതി. അതിനുശേഷം ജസ്റ്റ് ഒന്ന് എൻ്റർ പ്രസ് ചെയ്യുക. അല്ല, ടൈപ്പ് ചെയ്താലും മതി കേട്ടോ. ഇപ്പോൾ കുറച്ച് ലൈസൻസ് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ചോദിക്കും. ഇവിടെ വൈ കൊടുത്തുകൊണ്ട് ഈ ഒരു ലൈസൻസും കാര്യങ്ങളും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. വീണ്ടും അടുത്ത ലൈസൻസ് ചോദിക്കും. അവിടെ വൈ പ്രസ് ചെയ്യുക, എൻ്റർ കൊടുക്കുക. വീണ്ടും വൈ പ്രസ് ചെയ്യുക, എൻ്റർ കൊടുക്കുക. ആ ഒരു എല്ലാ ലൈസൻസും കാര്യങ്ങളും എഗ്രി ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെല്ലാ അഗ്രിമെൻറ്റ്സും കാര്യങ്ങളും അക്സെപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞ് കാണിക്കും. ഇനി നമുക്ക് ഒന്നും കൂടി ഫ്ലട്ടർ ഡോക്ടർ കമാൻഡ് അടിച്ച് നോക്കാം, ഇഷ്യൂസും കാര്യങ്ങളും മാറിയോ എന്ന് അറിയാനായിട്ട്. കണ്ടില്ലേ, ആ ഒരു ഇഷ്യൂസും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. വിഷ്വൽ സ്റ്റുഡിയോയുടെ ഒരു പ്രോബ്ലം മാത്രമേ കാണിക്കുന്നുള്ളൂ. അത് നിങ്ങൾ ഇഗ്നോർ ചെയ്തോളുക. ഇനി നിങ്ങൾക്ക് വിഷ്വൽ സ്റ്റുഡിയോ ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഗൂഗിൾ കയറി ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. നമ്മൾ വരുന്ന വീഡിയോയിൽ ഇത് കാണിക്കുന്നതാണ്. പക്ഷേ ഇപ്പോൾ നമുക്ക് ഡെവലപ്മെൻറ്റ് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. അടുത്ത വീഡിയോ മുതൽ നമ്മൾ ഫ്ലട്ടറിൻ്റെ ബേസിക്സ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ചു തുടങ്ങുന്നതാണ്. സോ അടുത്ത വീഡിയോയിലോട്ട് കാണാം. അതുവരേക്കും ഗുഡ് ബൈ.